ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ധാബ സ്റ്റൈൽ പനീർ മസാലയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. ചപ്പാത്തിക്കും നാനും ഒക്കെ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണിത്. പനീറിൻ്റെ എല്ലാ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ. ഇതും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പനീർ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല റെഡിയാക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. തീരെ പുളിയില്ലാത്ത കട്ട തൈരാണ് എടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. പിന്നെ ചേർക്കുന്നത് അയമോദകമാണ്. അയമോദകം 1/4 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ. പിന്നെ ജീരകം പൊടിച്ചത് 1/2 ടേബിൾ സ്പൂൺ. പിന്നെ മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ 1/2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഉള്ളി കുറച്ച് വലിപ്പത്തിൽ അരിഞ്ഞത് ചേർക്കാം. 1 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ക്യാപ്സിക്കും അതുപോലെ തന്നെ വലിപ്പത്തിൽ അരിഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർക്കാം. പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എന്നിട്ടെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പനീർ ക്യൂബ്സ് ചേർക്കാം. 300 ഗ്രാം പനീർ ക്യൂബ്സാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഫ്രോസൺ പനീറാണ് എടുക്കുന്നത്. പനീർ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് പതുക്കെ മിക്സ് ചെയ്തെടുക്കണം. പനീർ പൊട്ടിപ്പോവാതെ ഇത് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അരമണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെക്കണം. അതിന് ശേഷം വേണം ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം പനീർ ക്യൂബ്സ് എല്ലാം ഇതിലിട്ടിട്ടുണ്ട്. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എല്ലാം ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സൈഡ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിടാം. ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ ഇത് മറിച്ചിട്ട് കൊടുക്കാം. എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. കണ്ടില്ല, എല്ലാം നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പനീറും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. പനീറൊക്കെ നന്നായി ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള മസാല റെഡിയാക്കണം. അതിനായിട്ട് ഒരു വലിയ പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് വഴറ്റിയെടുക്കണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടൂ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഉള്ളിയുടെ പേസ്റ്റാണ്. 2 ഉള്ളി മിക്സിയിൽ അടിച്ചതാണിത്. ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെയും പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റണം. കുറച്ചൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. കണ്ടില്ലേ, ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർക്കാം. ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 1/2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്യണം. പൊടികൾ ചേർത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിലേക്ക് ടൊമാറ്റോ പ്യൂരി ചേർക്കാം. 4 തക്കാളി മിക്സിയിലിട്ട് അടിച്ചതാണിത്. നല്ല പഴുത്ത തക്കാളി എടുത്താലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഈ ടൊമാറ്റോ പ്യൂരി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം.
ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം. എന്നാൽ മാത്രമേ തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടൂ. തക്കാളിയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഫ്രഷ് ക്രീമാണ്. 4 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്കിനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ക്യൂബ്സ് ചേർക്കാം. അതുപോലെ ക്യാപ്സിക്കവും സവാളയൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഫ്രൈ ചെയ്തെടുത്തതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് കുറച്ച് കട്ടിയുള്ള ഗ്രേവി ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് 1/4 കപ്പ് വെള്ളം ചേർക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അധികമൊന്നും വെള്ളം ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പനീർ ധാബ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ചൂടോടുകൂടി തന്നെ ചപ്പാത്തിയുടെയും നാൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി കറിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കൂ. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.